ഞാൻ ACC ട്യൂട്ടറാണ് ഫോർ പേപ്പേഴ്സ് BT, ലോ, ടാക്സേഷൻ, ഓഡിറ്റ് ആൻഡ് അഷുറൻസ്, അഡ്വാൻസ്ഡ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ്. എനിക്ക് 5 years ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ 3 years UAE-ലായിരുന്നു ആൻഡ് ബാക്കി 2 years നാട്ടിലായിരുന്നു. അതിനുശേഷം I've got 8 years ടീച്ചിങ് എക്സ്പീരിയൻസ്. ആൻഡ് ഈ 8 years ടീച്ചിങ് ജേർണിയിൽ I've produced 16 ഗ്ലോബൽ പ്രൈസ് വിന്നേഴ്സ് ആൻഡ് 36 നാഷണൽ പ്രൈസ് വിന്നേഴ്സ്. എൻ്റെ ACC ജേർണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഷോർട്ട് കട്ടുകൾ നോക്കി ഏറ്റവും എളുപ്പമുള്ള പരിപാടികൾ നോക്കി പോകുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ 10th കഴിഞ്ഞിട്ട് ഏറ്റവും എളുപ്പമുള്ളതായിട്ടുള്ള ഞാൻ ചൂസ് ചെയ്ത സ്ട്രീം കോമേഴ്സ് ആയിരുന്നു. സോ 11th and 12th കോമേഴ്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും എളുപ്പമുള്ളത് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ പറ്റിയത് BCom. അങ്ങനെ 3 years BCom കഴിഞ്ഞു. സോ BCom കഴിഞ്ഞിട്ട് MBA ചെയ്യണം, അതാണ് അടുത്ത എളുപ്പമുള്ള സ്റ്റെപ്പ് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിരുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് എനിക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ 3 years അബുദാബിയിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അതായത് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോഴേ ഏതൊക്കെ ക്വാളിഫിക്കേഷൻസിനാണ് ഡിമാൻഡുള്ള, ഏതൊക്കെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി PG ചെയ്യുന്നതിനേക്കാളും ഇതുപോലുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചിട്ടാണ് ഞാനൊന്ന് നോക്കി ശ്രദ്ധിച്ചു. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള എന്താണുള്ളതെന്നുള്ള അന്വേഷണം അവസാനം എന്നെ എത്തിച്ചത് ACC-യിലേക്കാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ ചീഫ് അക്കൗണ്ടൻറ്റ് ACC ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു ഇത് സംഭവം ഭയങ്കര എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞു. ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ACC സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്നാണ് എൻ്റെ ACC-യുടെ ജേർണിയുടെ തുടക്കം. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 14 പേപ്പേഴ്സാണ്. ഇപ്പോൾ 13 പേപ്പേഴ്സേ ഉള്ളൂവെങ്കിൽ അന്ന് 14 പേപ്പേഴ്സാണ്. 9 പ്രൊഫഷണൽ പേപ്പേഴ്സും 9 ഫണ്ടമെൻ്റൽ പേപ്പേഴ്സും 5 പ്രൊഫഷണൽ പേപ്പേഴ്സും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ആക്ച്വലി വർക്കുമായിട്ട് അത് ശരിക്കും അങ്ങോട്ട് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ 1-2 പേപ്പേഴ്സ് എനിക്ക് ഫെയിൽ ആവേണ്ടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ F-level പേപ്പേഴ്സ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ P-level പേപ്പേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വീണ്ടും ടീച്ചിങ് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അങ്ങനെ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ടീച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ പേപ്പേഴ്സ് ക്വാളിഫൈ ചെയ്ത് ഞാൻ അഫിലിയേറ്റ് ആയി. സോ പൊതുവേ ACC പഠിക്കുന്ന മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാവരും ഒരു 3 വർഷം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് തറവായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ ഞാനത് 4 വർഷം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് പല പേപ്പേഴ്സും തറവായിട്ട് പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് തറവായിട്ട് ഇപ്പോൾ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് മാത്രം ACC കമ്മ്യൂണിറ്റി ടീച്ചേഴ്സിലുള്ളൊരു ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ തന്നെ സന്തോഷിക്കുന്നു. Xylem നിന്നുള്ള കോള് വന്നപ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീറ്റ്, JEE, പിന്നെ PSC ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ Xylem ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ആ ഒരു മാർക്കുണ്ടല്ലോ, അതൊരു വലിയൊരു റെവല്യൂഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ACCയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതും ചില്ലറക്കാരുമായിട്ടല്ല, മാർക്കറ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫാക്കൽറ്റീസിനെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാക്കൽറ്റി പൂളിലെ ഒരു ടീം മെമ്പർ ആവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാസ് വെരി എക്സൈറ്റഡ്. അപ്പോൾ ഇനി ഈ ടീമിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത് അതും Xylem എന്ത് ക്വാളിഫിക്കേഷൻസ് കൊണ്ടുവരാണെങ്കിലും അതും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് അഫോർഡബിൾ ഫീസ് ഇൻ ദ മാർക്കറ്റ് ആണ് അവർ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ACC ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് കൊടുക്കാൻ പറ്റാവുന്ന ഒരു ടീമിൻ്റെ ഭാഗമാവാൻ പോകുന്നതിൽ ഐ എം വെരി പ്രൗഡ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ എല്ലാം ഏറ്റവും ഷോർട്ട് കട്ടായിട്ടും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാറുള്ളത് എന്നുള്ളത്. പക്ഷേ അറ്റ് ദി സെയിം ടൈം ഐ മേക്ക് ഷുർ ദാറ്റ് വട്ട് എവർ ഐ ഡു മേക്ക് മീ ഹാപ്പി. ഞാൻ ടീച്ചിങ് എന്നുള്ള ആ ഒരു കരിയറും ചൂസ് ചെയ്തതും ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഹാപ്പിനെസ് വിച്ച് ഗിവ്സ് മീ. ഞാൻ ടീച്ച് ചെയ്യുമ്പോൾ, ഞാൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടിയതിനേക്കാളും കൂടുതൽ ഹാപ്പിനെസ്സും പീസ് ഓഫ് മൈൻഡും എനിക്കിവിടെ കിട്ടുന്നുണ്ട്. കാരണം ആ ഒരു പ്രൊഡക്ടിവിറ്റി നമ്മൾ നേരിട്ട് കണ്ടറിയുന്നതാണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കുട്ടികൾക്ക് അത് മനസ്സിലാവണം, അവരതിൽ ഹാപ്പിയാണ്, അവർ എക്സാം എഴുതുന്നു, അത് പാസ്സാവുന്നു. അപ്പോൾ ACC എന്നുള്ളൊരു ക്വാളിഫിക്കേഷനാണ് എനിക്ക് കോയിൻസിഡൻ്റലി ആണ് ഞാനിതിൽ എത്തിപ്പെട്ടതെന്നുണ്ടെങ്കിലും, ഈ ഒരു കരിയറിലേക്ക് എത്തിപ്പെട്ടതെന്നുണ്ടെങ്കിലും, ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ ആഗ്രഹിക്കുന്നത്. അതായത് എനിക്കൊരു ഓർഡിനറി പേഴ്സണായിട്ട് ഒരു ഓർഡിനറി ലൈഫിൽ ജീവിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫ് അതെനിക്ക് ACCയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത് കിട്ടും. അത് കിട്ടാനുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും. ACCയെ പാസ്സാവാൻ ഒത്തിരി ബുദ്ധി വേണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ, അത് ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണെങ്കിലും ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ആവശ്യമുള്ള 3 കാര്യങ്ങളുണ്ട്. CPR, കാർഡിയക് അറസ്റ്റ് വരുമ്പോൾ ചെയ്യുന്ന CPR അല്ല. ഈ CPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി. ബിക്കോസ് ഈ 13 പേപ്പേഴ്സ് പാസ്സാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക തന്നെ വേണം. പെർസിസ്റ്റൻസ്, അതായത്
ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. പലപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കില്ല ഇവിടെ സംഭവിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ അവസാനം വരെ എത്താനുള്ള ആ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണം. ആൻഡ് മൂന്നാമത്തത് റെസിലിയൻസ്. കാരണം പലപ്പോഴും ഫെയിലിയേഴ്സ് ഉണ്ടാവും. ഞാൻ പല പേപ്പേഴ്സും 1, 2, 3 അറ്റംപ്റ്റ് എഴുതിയിട്ട് പാസ്സായിട്ടുള്ള. അപ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സ് മടുക്കും. പക്ഷേ നമ്മുടെ ഗോൾ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ടും പ്രയത്നിച്ചാൽ എന്ത് വിഷമം ഉണ്ടായിക്കഴിഞ്ഞാലും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് അത് ഓവർകം ചെയ്യാനുള്ള ആ ഒരു റെസിലിയൻസും കൂടി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ACC എന്തായാലും പാസ്സാവാൻ പറ്റും. ആൻഡ് യു വിൽ ഡെഫിനറ്റ്ലി അച്ചീവ് യുവർ ഗോൾ. താങ്ക് യു.